എന്താ പറയാ കൂറ വ്ളോഗ് ചെയ്യാൻ പോവാണ്. കോലം കണ്ടില്ലേ? ഞങ്ങള് വലിയൊരു കുന്ന് കയറി പോവാ ഒരു സ്ഥലത്ത്. ഏത് സ്ഥലം അങ്ങനെ മുന്നിലേക്ക് കുറച്ച്. അയ്യോ വണ്ടി കയറുമോ? വണ്ടി കയറണില്ല. അപ്പളേ പറഞ്ഞ വണ്ടി എടുക്കണ്ട എന്നെ കൊണ്ട് നടത്തിക്കാൻ വേണ്ടിട്ട്. ഇനിയിപ്പൊ ഞാൻ നടക്കണം. ഇതുണ്ടോ ഒരടാറ് കയറ്റാണ്. പറഞ്ഞ ആവുന്നു വേണ്ടാന്ന്. ഇനി അത് നാളെ വെട്ടാൻ പോകാനും പറ്റൂല. ബുള്ളറ്റ് കൊടുത്തിട്ട് പോയിക്കാം. അത് ഇവിടെ വെച്ചേരാ. എന്നെ നടത്തിച്ചിട്ട് ചേട്ടാ വണ്ടിയിൽ കയറും. അത് നടക്കൂല. വണ്ടി ഇല്ലല്ലോ. അയ്യോ ബാറ്ററി തീർന്നുണ്ട്. അത്രേ ഉള്ളൂ. വേണ്ട ചൊരാണ് ചുരം കയറുന്നുണ്ടോ? കുരുമുളക് തോട്ടം. ഇവിടെ കുരുമുളക് തോട്ടം. പിന്നെ എങ്ങനെ പോകുമ്പോ അതാ ഗവി. കഷെടുക്ക് കാണുന്നില്ല. എന്താ ഗവി ഉണ്ടോ? ഗവി നോക്കി സ്ഥലം നോക്കി. പൊളിയല്ലേ? ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമോ? ഇവിടെ അപ്പുറത്ത് മല കാണാം. പക്ഷെ ഇവിടെ മരങ്ങളായതുകൊണ്ട് വ്യൂ പോയി. ഞങ്ങളുടെ നാച്ചുറൽ അമ്മ താട്ട് പോലെ നാച്ചുറൽ വാട്ടർഫോൾസ് ഉണ്ടോ? അതിനെ ഇറങ്ങാൻ പറ്റും. ദേവദൂതൻ പാടി ആ പാട്ട് അങ്ങനെയല്ലോ. നാരകത്തിന്റെ അവിടെ വരെ തോന്നുന്ന പറഞ്ഞേ. ഓട്ടോറിക്ഷ കയറുന്നുണ്ട്. പിന്നെ അപ്പോ ഓട്ടോയ്ക്ക് 3 ഏക്കറില്ലേ? ബൈക്ക് കയറും. വീടൊക്കെ ഉണ്ട്. പിന്നെ എന്ത് പേടിക്കാനാ? വീടില്ലാന്ന് ആരാ പറഞ്ഞേ? കഴിഞ്ഞു. ഇനി ഓഫ് റോഡാണ്. എന്താ ഓഫ് റോഡ്? ഇതൊന്നും ഓഫ് റോഡല്ല. ഓഫ് റോഡൊക്കെ പറഞ്ഞാല് മാലയും കുന്നൊക്കെ കയറുന്നതാണ് ഓഫ് റോഡ് എന്ന് പറയുക. പിന്നെ കേട്ടാ താറില്ലാത്ത റോഡിന് എന്താ പറയാ? അത് ഇവിടെ വണ്ടി നമ്മൾ ഈ റോഡിനാ പോണേ. ഇവിടെ 2 റോഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ എന്താ ഉള്ളേ? വേറെ വീടുകളൊക്കെ ഉണ്ട്. മലയ്ക്ക് പോയി ഞാൻ ഇറങ്ങിക്കോളാം. മനുഷ്യ മാനമെടുത്തു. ഇവിടെ വിശാലമായ തെങ്ങും തോപ്പുകളും ആളില്ലാത്തൊരു വീടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു വീടും കൂടെ ഉണ്ടാവും. ആ വീടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഈ വീടല്ല, അല്ല അതിൻ്റെ അപ്പുറത്ത് വീട്. ഇവിടെ നിർത്തിക്കാൻ വണ്ടി കേടാക്കല്ലേ? വണ്ടി എങ്ങനെ കേടാവുക? എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോരെ. വെറുതെ ആ വണ്ടി കേടാക്കല്ലേ? നാളെ വെട്ടാൻ പോകേണ്ടതാണ്. ഇവിടെ ഒരു റിവർ അന്ന് പറഞ്ഞില്ലേ മറ്റേ
നമ്മൾ ടെൻറ്റിൽ പോയില്ലേ അപ്പോൾ പറഞ്ഞേ റിവർ ക്രോസിങ്. അപ്പോൾ ഇവിടെ കുട വേണ്ടേ? ഇവിടെ ഒരു റിവർ ക്രോസിങ് ഉണ്ട്. എന്താ ഞാൻ അത് വലിയ വെള്ളം ഞാൻ വണ്ടി എടുക്കായി. വണ്ടി പോകണ്ടല്ലോ. അതാ വണ്ടി പോവും. എന്തിനാ അവിടെ ഇങ്ങോട്ടെങ്ങും ആയോ? ഇങ്ങ് വാ കുഞ്ഞാ. ഇനി വണ്ടി പോകാനെന്തോ? നമ്മളെത്തിയില്ലേ? നമ്മളെത്തി. വായോ. വണ്ടിയെ മാത്രം നടക്കുന്ന ആള്. വണ്ടി കൊണ്ടല്ലോ വീട്ടിക്ക്. വീട് വരെ വണ്ടി എത്തുമെന്ന് പറയാനോ? ആ ചെല്ല്. വയനാട്ടിൽ മാത്രം അതേ ഇവിടെ കണ്ടോ കാപ്പി വിളഞ്ഞു നിൽക്കുന്നേ. പക്ഷെ മൂത്തിട്ടില്ല, പിഞ്ചായി വരുന്നുള്ളൂ. കണ്ടോ? പക്ഷെ എങ്കിൽ കാപ്പി ശരിക്കും വെട്ടിയാ നിർത്തണ്ട. ഇത് വലിയ മരം ആക്കി ഇട്ടേക്കാണ്. കണ്ടോ? ആ വിചാരിച്ച സാധനം കിട്ടിയില്ലല്ലോ. ഇത് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടിരിക്കുന്നു ഗായ്സ്. എന്താ ജാതി, നമ്മുടെ കപ്പ. കളറും ഒക്കെ അടുത്ത കളറൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കാലോ. വേനൽക്കാലത്തൊക്കെ നല്ല രസമാണ് ഇവിടെ. ഒക്കെ അത് കോടയാണോ മഴയാണോ? കണ്ടോ നമ്മുടെ സ്ഥലത്തിന്റെ ഭംഗി കണ്ടോ? കാണണ്ടവരെ പോന്നോളി. നമ്മുടെ സ്വന്തം സ്ഥലമാണ്. എല്ലാ എസ്കോർട്ടും നമ്മൾ തരുന്നതാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇങ്ങോട്ട് വന്നാൽ കപ്പയും കാന്താരിയും കിട്ടും. കാരണം ഇവിടെ ഏത് തോട്ടത്തിൽ കയറിയാലും കാന്താരി സുലഭം. കാന്താരി മുളകൊക്കെ ചന്തയിൽ പൈസ കൊടുത്ത് വാങ്ങാണ് സാധാരണ മിക്ക ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാന്താരി പറിക്കുക, വട്ടയിലെ പൊതിയുക, കൊണ്ടുപോവാം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ കാന്താരി പറിക്കൽ, കപ്പയും മുളകും ചമ്മന്തി, ഓഫ് റോഡ് ജീപ്പ് കൊടുക്കും, അതായത് ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അക്കോമഡേഷൻ അത് ഫ്രീ അല്ല. ഇത്രയാണ് നമ്മുടെ പാക്കേജ് വരുന്നത്. ഈ സ്ഥലം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു വീഡിയോ എടുക്കണം. ആയിട്ട് അങ്ങനെ ഉണ്ടാവും. അയ്യോ പോയി.